കൊച്ചിയുടെ വിജയത്തിൽ നിർണായകമായ പ്രകടനമായിരുന്നു വിനൂപ് മനോഹരൻ നടത്തിയത്. ബാറ്റ് കൊണ്ട് അർദ്ധ സെഞ്ചുറിയും പന്ത് കൊണ്ട് ഒരു വിക്കറ്റും നേടി ഈ ഓൾറൗണ്ടർ. വിനൂപിനൊപ്പം എം നിഖിൽ കുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കേരള ക്രിക്കറ്റ് ലീഗിൽ തങ്ങളുടെ രണ്ടാം ജയം സ്വന്തമാക്കിയിരിക്കുകയാണ് കൊച്ചി ബ്ലൂ ടൈഗേഴ്സ്. ഇന്നത്തെ മത്സരത്തിൽ നിർണായകമായത് വിനൂപ് മനോഹരൻ്റെ അർദ്ധ സെഞ്ചുറി പ്രകടനം. അതെടുത്ത് പറഞ്ഞേ മതിയാവും. ഇപ്പോൾ വിനൂപ് തന്നെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. വിനൂപ്, ഇന്നൊരു 60 റൺസിന് മുകളിൽ സ്കോർ ചെയ്യാൻ പറ്റി. ടീമിനെ രണ്ടാമത്തെ വിജയത്തിലേക്ക് നിർണായകമായത് ആ സ്കോറിംഗ് തന്നെയായിരുന്നു. അതെ, തീർച്ചയായും ബാറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പം കുറച്ച് ഡിഫിക്കൽട്ടായിരുന്നു വിക്കറ്റ്. പക്ഷേ ഞാൻ എൻ്റെ ഇൻസ്റ്റിങ്നെയും എല്ലാം ട്രസ്റ്റ് ചെയ്ത് ഞാൻ കളിച്ചു. നല്ലപോലെ പിന്നെ ചെയ്യാൻ പറ്റി. പവർ പ്ലേയിൽ നല്ലപോലെ റൺസ് വന്നുകൊണ്ടിരിക്കുമായിരുന്നു. നല്ലപോലെ ചെയ്യാൻ പറ്റി. അത് തന്നെ. അതുപോലെ തന്നെ നിർണായകമായ മറ്റൊരു കാര്യം അക്ഷയുടെ വിക്കറ്റായിരുന്നു. അതും വിനു തന്നെ സ്വന്തമാക്കി. അതെ, അതപ്പം കളിക്കാൻ നേരത്ത് അതൊരു വാശിയാണ്, എടുക്കണം. ആ ഒരു ക്രഞ്ച് സിറ്റുവേഷനിൽ എടുക്കാൻ വേണ്ടി തോന്നി. നല്ലപോലെ ഇംപ്രസ്. അത് തന്നെ നല്ലപോലെ അറിയാൻ പറ്റി. ആ ക്രൂഷ്യൽ വിക്കറ്റ് എടുക്കാനും പറ്റി. അത് തന്നെ. സഞ്ജുവിനെ പോലെ എക്സ്പീരിയൻസ് ഉള്ളൊരു താരം ടീമിലുണ്ട്. അത് എത്രത്തോളം നിങ്ങൾക്ക് ഗുണം ചെയ്യുന്നുണ്ട്? പിന്നെ സഞ്ജു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ബ്രാൻഡ് തന്നെയാണ് ഇപ്പം കേരളത്തിൽ. അങ്ങനത്തെ ഒരു പ്ലെയർ വന്ന് ടീമിൽ ഇരിക്കാൻ നേരത്ത് ഫുൾ ടീമിൻ്റെ അറ്റ്മോസ്ഫിയർ തന്നെ മാറും. ഫുൾ കോൺഫിഡൻസ് ആവും. എല്ലാവരുടെ ബെസ്റ്റ് ഉള്ളിൽ നിന്ന് വരാൻ തുടങ്ങും. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 2 മാച്ച് തന്നെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ നമ്മുടെ ഫീൽഡിലെ അറ്റ്മോസ്ഫിയർ, പിള്ളേരുടെ ഒരു ഇൻറ്റൻസിറ്റി, ഇറ്റ് ഈസ് ഓൺ എ ഹൈ ലെവൽ. ഹൈ ഇൻറ്റൻസിറ്റി. അത് ഉറപ്പായിട്ടും സഞ്ജുവിൻ്റെ ഒരു ഇത് തന്നെ ഉണ്ട്, പ്രസൻസ്. സാലി എന്ന് പറയുന്ന നായകൻ എങ്ങനെയുണ്ട്? ഈസ് വെരി സ്വീറ്റ് ആൻഡ് ഈസ് വെരി വോട്ട് യു സേ ഈസ് വെരി എന്താ പറയുക, വെരി കാം. ബട്ട് ഉള്ളിൽ ആ ഫയർ ഉണ്ട്. വെരി കാം ബട്ട് ഉള്ളിൽ ഫയർ. അതാണ് കഴിഞ്ഞ മാച്ചൊക്കെ കാണുന്നത്. അവൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന സാധനങ്ങളാണ്. അത് ആസ് എ ക്യാപ്റ്റൻ ഈസ് ഡൂയിങ് എ വെരി ഗുഡ് ജോബ്, ഐ ഗെസ്. ഓൾ ദ ബെസ്റ്റ്. എന്തായാലും നമ്മോടൊപ്പം വിശേഷങ്ങൾ പങ്കുവച്ചത് വിനൂപ് മനോഹരനാണ്. കാര്യവട്ടം സ്റ്റേഡിയത്തിൽ നിന്നും അനീഷ് കാട്ടാക്കടയ്ക്കൊപ്പം എം നിഖിൽ കുമാർ, ജനം.